2011 ലോകകപ്പ് ഫൈനലിൽ കളിക്കാനിറങ്ങുമ്പോൾ വിരാട് കോഹ്ലി പറഞ്ഞത് സച്ചിൻ ടെണ്ടുൽക്കറിന് വേണ്ടി ഈ കപ്പ് എടുക്കുമെന്നാണ്. ഇത്തവണ ഒരുപക്ഷെ വിരാടിന് വേണ്ടിയാകണം നീലപ്പട ഈ കപ്പ് എടുത്തിട്ടുണ്ടാകുക. ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം, ഗോട്ട് എന്ന് സച്ചിനെയോ ലാറയെയോ ബ്രാഡ്മാനെയോ ആരും വിളിച്ചിട്ടുണ്ടാകില്ല. അന്ന് അങ്ങനെയൊരു വിളിശീലം നമുക്കുണ്ടായിരുന്നില്ല. എന്നാൽ ഗോട്ട് എന്ന പദം ഡിക്ഷണറിയിൽ വന്നതിൽ പിന്നെ ലോക ക്രിക്കറ്റിൽ അതിനൊപ്പം ഏറ്റവും കൂടുതൽ ചേർത്തത് ഒരുപക്ഷെ വിരാടിൻ്റെ പേരാണ്. കരിയറിൻ്റെ കയറ്റിറക്കങ്ങളിൽ പോലും ക്ലാസ് വിടാതെ കളിക്കുന്ന വിരാട് വിജയ നിമിഷത്തിൽ കണ്ണീരുണങ്ങാത്ത കവിളണകളിൽ ഗൗരവം വരുത്തി തൻ്റെ വിരമിക്കൽ പ്രഖ്യാപിച്ചു. 22-ാം വയസ്സിലെ ഏകദിന ലോകകപ്പിൽ നിന്ന് 35-ാം വയസ്സിലെ T20 ലോകകപ്പ് വരെയുള്ള കളികളുടെ കണക്കെടുത്താൽ മതി എന്തുകൊണ്ട് ഈ വിജയം കോഹ്ലിക്ക് അവകാശപ്പെടുന്നുവെന്നറിയാൻ. 2010-ൽ തുടങ്ങിയ T20 കരിയറിൽ 6000-ലേറെ റൺസ്, 55 അർദ്ധ സെഞ്ചുറികൾ, സ്ട്രൈക്ക് റേറ്റ് 132. ഇവിടെയാണ് ഈ കളി അവസാനിപ്പിക്കേണ്ടത്. ഇങ്ങനെ നേട്ടങ്ങളുടെ നെറുകയിൽ നിൽക്കുമ്പോൾ കപിൽ ദേവ്, മഹേന്ദ്ര സിംഗ് ധോണി, ICC കിരീടങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ നായകർക്കൊപ്പം ഇനി മറ്റൊരു പേര് കൂടി, രോഹിത് ശർമ്മ. 5 IPL കിരീടങ്ങളുമായി ക്യാപ്റ്റൻസിയുടെ അനിഷേധ്യ സാമർഥ്യം അവകാശപ്പെടാവുന്ന രോഹിത്തിന് പക്ഷേ ടീം ഇന്ത്യക്ക് വേണ്ടി ഒരു വലിയ ടൈറ്റിൽ ഇതുവരെ സ്വപ്നമായിരുന്നു. കഴിഞ്ഞ വർഷം ഏകദിന ലോകകപ്പ് ഫൈനലിൽ വെച്ച് കപ്പിനും ചുണ്ടിനുമിടയ്ക്ക് ആ സ്വപ്നം തകർന്നു വീണതാണ്. അന്നും ഹിറ്റ്മാൻ്റെ മാസീവ് ഷോട്ടുകൾ കണ്ട് നമ്മൾ തരിച്ചിരുന്നിട്ടുണ്ട്. അവസാന സൂപ്പർ 8-ൽ ഓസ്ട്രേലിയക്കെതിരെയും സെമിയിൽ ഇംഗ്ലണ്ടിനെതിരെയും ആ നെടുനായകത്വം നമ്മൾ ഒരിക്കൽ കൂടി കണ്ടു. നിർഭയത്തോടെ മുന്നിൽ നിന്ന് നയിച്ച നായകൻ. ഈ ലോകകപ്പ് രാഹുൽ ദ്രാവിഡിനും അർഹിക്കുന്ന അംഗീകാരമാണ്. 2003 ഏകദിന ലോകകപ്പിൽ കലാശ പോരാട്ടത്തിൽ ഗാംഗുലിയുടെ ടീം ഓസ്ട്രേലിയയോട് തോറ്റ് കിരീടം നഷ്ടപ്പെടുത്തിയപ്പോൾ തലകുലിച്ച് കയറിപ്പോയ ഇന്ത്യയുടെ വൻമതിലിന് തല ഉയർത്തി മൈതാനം വിടാനുള്ള ഒരു പുനർജന്മം കിട്ടിയിരിക്കുന്നു. പാടഴിച്ച് കളം വിട്ട ദ്രാവിഡ് ഇന്ത്യയുടെ പരിശീലകനായപ്പോൾ മുതൽ ടീമിൽ നടത്തിയ ഉടച്ചുവാർക്കലുകൾക്ക് ലൈക്കും അൺലൈക്കും വീണിട്ടുണ്ട്. ഒടുവിൽ അടുത്ത സീസണിലേക്ക് പരിശീലക കുപ്പായത്തിലില്ലെന്ന് പ്രഖ്യാപിച്ചിട്ടാണ് ദ്രാവിഡ് ടീമിനൊപ്പം അറ്റ്ലാന്റിക് സമുദ്രം കടക്കുന്നത്. മടങ്ങുന്നതോ ലാൽചന്ദ് രാജ്പുത്തിന് ശേഷം ഒരു ഇന്ത്യൻ കോച്ചിന് അവകാശപ്പെടാനില്ലാത്ത ലോകകപ്പ് നേട്ടവുമായി. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.